നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേരക്കുട്ടികൾ വരുമ്പോ അവര് അമ്മൂമ്മയെന്ന് വിളിച്ചോട്ടെ. പക്ഷേ എനിക്കിപ്പോഴും താനെന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ മുമ്പിൽ വന്നു നിന്ന അതേ സുജാത തന്നെ കേട്ടോ. എന്തുവാടി? ഞാൻ നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞൊന്ന് നോക്കാൻ വേണ്ടി വന്നത്. എടി ഒരുങ്ങി കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? നീ പോ 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 പോ. അതെ, ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിശ്ചയം നിങ്ങളുടെ മോന്റെ കേട്ടോ, നിങ്ങളുടെ അല്ല. പൊടി നിന്നെ ഞാൻ. എടി പൊടി. അയ്യോ കേട്ട്. ഓ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പേ അങ്ങനെയൊക്കെ ഉണ്ടാവും. എത്ര പ്രായമായാലും മനസ്സിൽ നിന്ന് പ്രണയം പോവാൻ പാടില്ലെന്ന് കൊച്ചുങ്ങളും കൂടി മനസ്സിലാക്കട്ടെ. പോരെ കേട്ടാ. മോളെ ഇതവിടെ വെച്ചോ. ആ വാ. മോളെവിടെ? അവള് മുറിയിലുണ്ട്. ഒന്നങ്ങോട്ട് ചെന്നേ. ആരൊക്കെ ഒരുക്കാന്നും പറഞ്ഞ് അവിടെ ഉണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു മേൽനോട്ടായിക്കോട്ടെ. ചെല്. ആ പ്രസിഡന്റാ വാ. നമസ്കാരം. എന്താ സദാനന്ദേട്ടാ, കാര്യങ്ങളൊക്കെ ആരംഭിക്കാറായോ? ഏയ് അവര് വരാറാവുന്നേ ഉള്ളൂ. ആ അപ്പോ ഞാൻ അല്പം നേരത്തെ ആയിപ്പോയല്ലേ. ബാക്കി എല്ലാ കാര്യത്തിനും പ്രസിഡന്റ് വൈകിയാണല്ലോ എത്തുന്നേ. ഈ ഒരു കാര്യത്തിനെങ്കിലും കുറച്ച് നേരത്തെ ആയിക്കോട്ടെ. അല്ല നിത്യമോളെന്തേ? അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. സാധാരണ ഇങ്ങനെയുള്ള സമയത്ത് അവളുടെ അമ്മ അടുത്തുണ്ടാവേണ്ടതാ. ആ ഭാഗ്യം എന്റെ മോൾക്കില്ലാതെ പോയി. അതിനെന്താ സദാനന്ദേട്ടാ, ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നിത്യമോള് കണ്ണിലുണ്ണിയല്ലേ. ഒരമ്മയില്ലെങ്കിൽ അതിനു പകരം 100. നിത്യയെ പിന്നെ സുന്ദരിയാക്കാൻ ഒന്നുമില്ലല്ലോ. നല്ല ചേലല്ലേ കാണാൻ. കണ്ണു വെക്കല്ലേ ചേച്ചി, ആ പാവ എങ്ങനെയാലും ജീവിച്ചു പൊക്കോട്ടെ. ഓ എന്നിട്ട് ഞാൻ കണ്ണു വെച്ചവരൊക്കെ ജീവിതം മതിയാക്കി അങ്ങ് പോയേക്കുമല്ലേ. എന്താ ഇത്? രാജകുമാരിമാരെ അണിയുന്ന പോലത്തെ ആഭരണങ്ങളാണല്ലോ. അവിടുന്ന് അമ്മ കൊണ്ടുവന്നതാ. കോളടിച്ചല്ലോ മോളെ. ഇതുപോലുള്ളൊരു അമ്മായിയമ്മ കിട്ടുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ പ്രായത്തില് ഒന്നുകൂടെ കല്യാണം കഴിച്ചേനെ. നിനക്കേ ഞാൻ ആദ്യമായിട്ട് പ്രേമലേഖനം തന്ന ഓർമ്മയുണ്ടോ? അതിപ്പോ എന്താ എല്ലാരും കേക്കട്ടെ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? നിശ്ചയത്തിന് പോകാനാണെങ്കിൽ നടക്കില്ല. ഏട്ടൻ ഇവിടെ ഇല്ല. എന്താ നീ പറയുന്നേ? അവൻ ഇവിടെ ഇല്ലെന്നോ? മോളെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നീ ഞങ്ങളെ കളിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്റെ അച്ഛ, ഞാൻ പറഞ്ഞത് സത്യമാ. ഏട്ടൻ ഇവിടെ ഇല്ല. അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ശരവണനെ വിളിച്ച് ചോദിച്ചു നോക്ക്. അവനെവിടെ? ശരവണ, ശരവണ, ജീവൻ എവിടെ പോയി? മാഡം, അത് നീ കണ്ടില്ലേ അവൻ പോകുന്നത്? ഞാൻ കണ്ടാച്ച് പിടിച്ചു നിർത്താൻ നോക്കുകയും ചെയ്ത്. പക്ഷെ എന്നെ തള്ളി മാറ്റിട്ട് പൊക്കളഞ്ച്. ഇങ്ങോട്ട് ജീവൻ സാർക്ക് ഒരു ഫ്രണ്ട് ഇരിക്കലേ, നവീൻ. അവരുടെ அப்பா ஹாஸ்பிடல் ஆச்சு. அந்த விவரம் தெரிஞ்சதும் நவீன் அங்கே இல்ல, அவரோட அப்பா அம்மா ടെൻഷൻ ആകും, ഞാൻ പോയേ പറ്റൂ എന്ന് പറഞ്ഞു ഒട്ടപ്പോക്ക്. ഏട്ടനൊരു ബോധവും ഇല്ല. ഇതിപ്പോ സ്വന്തം കല്യാണ നിശ്ചയത്തിന്റെ അന്ന് ഒളിച്ചോടിയ പോലെ ഉണ്ടല്ലോ.
ഇനിയിപ്പോ ഇറങ്ങിയിട്ട് എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കും. അവരോട് നമ്മൾ എന്താ പറയാ? ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളോടൊന്ന് ചോദിക്കാൻ തോന്നി അവന്. ഞാൻ പറഞ്ഞു സാർ. അപ്പൊ അപ്പ അമ്മ തെരഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സാറ് ഹോസ്പിറ്റലിൽ നേരെ അങ്ങോട്ട് വരും, അങ്ങനെ ഞാൻ പറഞ്ഞ. ജ്യോതി, നീ അവനൊന്ന് വിളിച്ചു നോക്കി. അവൻ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങിയച്ചാ മതി. അല്ലാതെ അവിടെ ചെന്ന് നാടൻ കാണാൻ എന്നെ കൊണ്ട് വയ്യ. ഇവനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടം കേട്ടോ. ഏട്ടന്റെ ഫോൺ കിട്ടുന്നില്ല. നോക്ക് രഘുവേട്ട, അവൻ നമ്മളോട് പറയാതെ ഈ നേരത്തെ പോയത് തെറ്റ് തന്നെയാ. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടും അവന്റെ കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ല, കൂട്ടുകാരൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ഓടിപ്പോയില്ലേ? ആ നല്ല മനസ്സ് കാണാതിരിക്കണ്ട. നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കുന്നത് രഘുവേട്ട. അമ്മ എങ്ങനെ പറയുന്ന ഏട്ടൻ അറിയാച്ചാ. അത് തന്നെ ഏട്ടൻ പോകുന്നതും. നീ ഇനി അച്ഛനെ എരിവ് കയറ്റണ്ട രഘുവേട്ട. നല്ലത് മാത്രമേ അവൻ ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? അവൻ സമയത്ത് വന്നോളും. നമുക്കിറങ്ങാം. അല്ലെന്നേ, അത് ഈ നല്ലൊരു കാര്യത്തിന് പോകുമ്പോ നമ്മൾ അമ്പലത്തിൽ കയറുന്ന പതിവില്ലേ? ഇത് അതുപോലൊരു പുണ്യപ്രവൃത്തിയാണ്. അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമുക്കിറങ്ങിയേക്കാം. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. ദേ അവിടുത്തെ ചോദ്യങ്ങളൊക്കെ താൻ തന്നെ കൈകാര്യം ചെയ്തോളണം. അത് ഞാൻ ഏറ്റു. ആ എന്നാ ഇറങ്ങിയേക്കാം. വാ. കോവിലിൽ പോണ മാതിരിയാ സ്വന്തം മകന്റെ പ്രവൃത്തി പോലും. മനുഷ്യ ഇങ്ങനെ പാവങ്ങളാകുമോ? ആ പോയവൻ എപ്പ തിരിച്ചു വരുമോ കടവുളെ. ശരവണ, നീ വരുന്നുണ്ടോ? നമസ്കാരം. പ്രസിഡന്റ് നേരത്തെ എത്തിയോ? ഇതിപ്പോ രണ്ടു കുടുംബങ്ങളും നമ്മുടെ സ്വന്തമായി കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാ വൈകുന്നത്? ഭാര്യ വന്നില്ലേ? ഇന്ന് മോളെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസാ. അവരങ്ങോട്ട് പോയി. ഓ, നിശ്ചയത്തിനില്ലെങ്കിലും സാരമില്ല, കല്യാണത്തിന് മുഴുവൻ സമയം ഭാമയുണ്ടാവും. അല്ല, നോമ്പൊന്നുമില്ലേ? ഞങ്ങള് ഒന്നിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങിയതാ. അവന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ലാണ്ടായി, ബ്ലഡ് വേണം. ജീവന്റെ അതേ ഗ്രൂപ്പ് തന്നെയാ. അവനത് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ. ആ, അത് ഗംഭീരായല്ലോ. ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിന്റെ ഐശ്വര്യം പോലെ ഇത്രയും നന്മയുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യാ. കൊഞ്ചം കഴിയുമ്പോൾ അറിയാം മകനോട് നന്മ. അവൻ അങ്ങനെയാ. ചുറ്റുമുള്ളവരുടെ കാര്യങ്ങള് അവന് സ്വന്തം കാര്യം പോലെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.